പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വൈകുന്നേരം 4-ന് തിരുവനന്തപുരം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. 4:50-ന് ആശ്രമം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ നിന്ന് ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരെയും കൊല്ലം മേയറെയും ഒഴിവാക്കിയതിനെതിരെ CPM രംഗത്ത് വന്നു. ബൈപ്പാസിന് അവകാശവാദം ഉന്നയിച്ച നേതാക്കളുടെ രാഷ്ട്രീയ പോര് തുടരുകയാണ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും സജിത്ത് ചേരുന്നു. സജിത്ത്, യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടാണ് ഒരു ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നിട്ടും ഇതിന്റെ അവകാശവാദവുമായി നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. വിവരങ്ങൾ. ശരത്ത്, വലിയ രാഷ്ട്രീയ വിവാദമാണ് ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ശരത്ത് സൂചിപ്പിച്ച പോലെ 4 പതിറ്റാണ്ടിന് നീണ്ട ഒരു ജനതയുടെ കാത്തിരിപ്പാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. LDF-ഉം UDF-ഉം ഇതിന് ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ അവകാശവാദവുമായി സജീവമായി രംഗത്തുണ്ട്. ഈ സർക്കാരിന്റെ കാലത്താണ് കൂടുതൽ പണികൾ പൂർത്തിയാക്കിയതെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുന്നു. അതേസമയം തങ്ങളുടെ പ്രോഡക്റ്റാണ് ഇതെന്ന് UDF-ഉം അവകാശപ്പെടുന്നു. ഇതിനിടയിലാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് MLA-മാരെ ഒഴിവാക്കിയ വിവാദം ഉയരുന്നത്. ഇതിൽ സ്ഥലം MLA-മാരടക്കമുള്ളവരെ പങ്കെടുപ്പിക്കാതെ തിരുവനന്തപുരത്ത് നിന്ന് നേമം MLA അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചു എന്നതാണ് ഇടതുമുന്നണിയുടെ ആരോപണം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. വലിയൊരു വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇതിന് പുറമെയാണ് നേരത്തെ പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് കൊല്ലം MP നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അതാണ് പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം അദ്ദേഹം ഈ പരിപാടിക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയതെന്ന ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഈ ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പും ഈ വിവാദങ്ങൾ ഉയരുന്നത്. എന്തായാലും 4 പതിറ്റാണ്ടിന് ശേഷം ഒരു വലിയ സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇടവയ്ക്കുന്ന ബൈപ്പാസ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. വൈകിട്ട് 5 മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് 6 മണിക്ക് പ്രധാനമന്ത്രി കൊല്ലം പീരങ്കി മൈതാനത്ത് നടക്കുന്ന BJP-യുടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ, ശബരിമല വിഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നും പൊതുവിൽ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. സജിത്ത് തുടരുക. ഇപ്പോൾ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ സജിത്ത് സൂചിപ്പിച്ച വിധമുണ്ട്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഇന്നലെ ഇടതുപക്ഷത്തിൻ്റെ നേട്ടമായി ബൈപ്പാസിനെ അവതരിപ്പിച്ചപ്പോൾ ഇത് UDF-ന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, 4 പതിറ്റാണ്ട് പിന്നിട്ട് നിർമ്മാണം ഇഴഞ്ഞും വലിഞ്ഞും നീങ്ങിയ ഒരു ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നേതാക്കൾ ഈ വിധം അവകാശവാദവുമായി ജനങ്ങൾക്ക് മുൻപാകെ എത്തുന്നത്. ആദ്യം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ രാഷ്ട്രീയ വിമർശനം ഒന്ന് കേൾക്കാം. പ്രേമചന്ദ്രൻ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത്? അനാവശ്യമായി വിവാദം ഉണ്ടാക്കുന്നതിനാണ്. ഇപ്പോൾ ആ വഴി കടന്നു പോകുന്ന 8 കിലോമീറ്ററിനകത്ത് 3 MLA-മാരുണ്ട്. അതിൽ ഒരു MLA പെടുത്തിയിട്ടുള്ളൂ. തുടങ്ങുന്നിടത്ത് MLA വിജയൻപിള്ളയാണ്, അവസാനിക്കുന്നിടത്ത് MLA നൗഷാദാണ്. ഇവർ 2 പേരും ഒഴിവാക്കി. ഈ പരിധി മുഴുവൻ കിടക്കുന്നത് കോർപ്പറേഷൻ്റെ പരിധിയിലാണ്. കോർപ്പറേഷൻ മേയറെ ഒഴിവാക്കി. ഈ 3 ആളെ ഒഴിവാക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. സംഘടിതമായ രാഷ്ട്രീയമാണ് ഉദ്ഘാടന സമയത്ത് വരുന്നത്. അത് ഈ ഗവൺമെൻറ് അല്ല സംഘടിത രാഷ്ട്രീയം കാണിക്കുന്നത്. BJP-യുടെ രാഷ്ട്രീയ സംഘടിതം കാരണം തിരുവനന്തപുരത്ത് നേമം MLA-ക്ക് ഇവിടെ പങ്കെടുക്കാം. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്ന് കാണാം. കൊല്ലം ബൈപ്പാസ് UDF-ന്റെ സന്തതിയാണ്. പൂർത്തിയാക്കാനുള്ള ഇത്രയും കാലാവധി വൈകിച്ചത് തന്നെ ഇടതുമുന്നണി ഗവൺമെന്റാണ്. ഇന്നലെ മുഖ്യമന്ത്രി നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. അതൊരു തമാശയായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. കാരണം ഈ ബൈപ്പാസിനകത്ത് ഇടതുപക്ഷ മുന്നണിക്കോ ഈ ഗവൺമെന്റിന് ഒരു പങ്കുമില്ല. കഴിഞ്ഞ UDF ഗവൺമെന്റാണ് ഈ കാര്യത്തിൽ മുൻകൈയെടുത്തത്. ഈ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള അത് തന്നെയാണ്. ഇപ്പോൾ സജിത്ത് ചേരുകയാണ് കൊല്ലത്ത് നിന്നും. സജിത്ത്, ഇപ്പോൾ LDF UDF അവകാശവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തന്നെ അണിനിരന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി കൂടി ഇരു മുന്നണികളെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ബൈപ്പാസ് പൂർത്തീകരിച്ചത് എന്ന നിലയിൽ ഈ രാഷ്ട്രീയ വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി സ്വാഭാവികമായും വൈകിട്ട് ചില പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതല്ലേ?
തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഒക്കെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടം കൂടിയായി ഉയർത്തിക്കാട്ടും. അതുകൂടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് എന്നുകൂടി വേണം നമുക്ക് വിലയിരുത്താൻ. ഒപ്പം തന്നെ BJPയുടെ പൊതുസമ്മേളനം, അതാണ് മറ്റൊരു നിർണായകമായ കാര്യം. ഈ പൊതുസമ്മേളനത്തിൽ ശബരിമല വിഷയത്തിൽ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കൊല്ലം DCC പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ കാര്യത്തിൽ MLA-മാരെ ഒഴിവാക്കി നിയമം MLA അടക്കം പങ്കെടുക്കുമ്പോൾ MLA-മാരെയും കൊല്ലം മേയറെ അടക്കം ഒഴിവാക്കിയെന്ന് പരാതിയുമായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിന് മറുപടിയുമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് UDF-ന്റെ സന്തതിയാണ്. സത്യത്തിൽ ഈ ആളുകളെ വല്ലാതെ പരിഹസിക്കലല്ലേ ഈ അവകാശവാദം? 4 പതിറ്റാണ്ടായി ഒരു നോക്കുകുത്തിയായി നിന്ന ഒരു ബൈപ്പാസ് എങ്ങനെയൊക്കെയോ അവസാനിച്ചു എന്നേ ആളുകൾ കരുതൂ. അങ്ങനെ ഒരു ബൈപ്പാസിലും ഈ അവകാശവാദം ഉന്നയിക്കാനുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ അപാരമായ തൊലിക്കെട്ടി ആളുകൾ പരിഹസിക്കുകയല്ലേ ഉള്ളൂ? ഒന്നാമതായി MLA-മാരെയും MLA-യും മേയറെയും ഒഴിവാക്കി എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോഴും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കൊല്ലത്ത് CPM-ന് ഇത്തരത്തിലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. പിന്നീട് അവകാശവാദ നേതാക്കന്മാർ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ അതിൽ ഉണ്ടായിരിക്കണം. വസ്തുതകളിൽ താരതമ്യേന അവകാശം കുറഞ്ഞ ആളുകൾ ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നത് എട്ടുകാലി മമ്മൂഞ്ഞിമാരുടെ അവകാശവാദമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ കൊല്ലം ബൈപ്പാസിന്റെ രൂപീകരണത്തെക്കുറിച്ച് ആശയപരമായ നിലപാടുകൾ സർക്കാർ ഉണ്ടാക്കിയത് 1970-ൽ കോൺഗ്രസ് പങ്കാളിത്തമുള്ള അച്യുതമേനോൻ ഗവൺമെന്റിനാണ്. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ TK ദിവാകരനാണ് ആശയം മുന്നോട്ട് വെച്ച് അതിന്റെ സാധ്യതകൾ ആരാഞ്ഞത്. പിന്നീട് ശ്രീ S കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലിലൂടെ അത്തരം നടപടികളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. വിവിധങ്ങളായ കാരണങ്ങളാൽ ചിലപ്പോഴൊക്കെ മുടങ്ങിക്കിടന്ന ഈ പ്രവർത്തനങ്ങളെ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ UPA ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗാന്ധിജി കത്ത് കൊടുത്ത് ഏത് മാർഗത്തിലൂടെയും ബൈപ്പാസ് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ MP അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് അത്തരമൊരു നിലപാടെടുക്കുകയും ഒപ്പം തന്നെ സമയോചിതമായി അവസരോചിതമായി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട MP ബിന്ദു കൃഷ്ണയ്ക്ക് അറിയുമോ, ഇതിനെതിരെ കോടതിയിൽ ഹർജിയുമായി പോയ നാട്ടുകാരുണ്ട്. നമ്മൾ ആരും വിസ്മരിച്ചു പോകുന്ന കൊല്ലത്തുകാരുണ്ട്, സലീമിനെ പോലെയൊക്കെയുള്ള ആളുകൾ. തീർച്ചയായും അതുണ്ട്. നിങ്ങളുടെ അവകാശവാദങ്ങളിൽ നിങ്ങളുടെ അവകാശവാദം മുഖം പോലും ഓർമ്മയില്ലാത്ത സാധാരണ മനുഷ്യർ അവർക്ക് അവകാശപ്പെട്ട ഈ ബൈപ്പാസിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. നിങ്ങൾ അച്യുതമേനോന്റെ കാലം മുതൽ ഇങ്ങോട്ട് പറയും. പക്ഷേ കേരളത്തിൽ ഒരു തരത്തിലും മാതൃകയാക്കാൻ കഴിയുന്നതല്ല. ഉദ്ഘാടന മാമാങ്കമൊക്കെ നല്ലതാണ്. ഒരു തരത്തിലും കൊല്ലം ബൈപ്പാസോ ആലപ്പുഴ ബൈപ്പാസോ കേരളത്തിന്റെ മാതൃകാ റോഡായി എടുക്കാനേ കഴിയില്ല. എന്തുകൊണ്ടാണ് മാതൃകാ റോഡായി എടുക്കാൻ കഴിയില്ല? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരാജയം, അധികാരങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ തികഞ്ഞ നിഷ്ക്രിയത്വം, അതിൽ ഒരാൾക്കും മാറി നിൽക്കാനാവില്ല. അല്ല ശരത്, ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ വളരെ അല്ല, ഗാലറിയിലാണല്ലോ ഞങ്ങൾ സാധാരണ ജനങ്ങൾ. ഞങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിലുള്ളവരല്ല, ഞങ്ങൾ ഗാലറിയിൽ ഇരിക്കുന്നവരാണ്. ശരത്തെ, ഞാൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ നാഷണൽ ഹൈവേ കൂടി യാത്ര ചെയ്യുന്ന മുഴുവൻ പേരും ആ ജനമെന്ന് താങ്കൾ പറയുന്ന പട്ടികയിൽ വരുന്നവരാ, പ്രത്യേകിച്ച് നിരന്തര യാത്ര ചെയ്യുന്നവരെന്ന നിലയിൽ. അതുകൊണ്ട് അവിടങ്ങളിൽ ഉണ്ടാകുന്ന ജനത്തെ കണ്ടുകൊണ്ട് വേണം ഈ അവകാശവാദത്തിനൊക്കെ പോകാൻ മിനിമം നേതാക്കൾ തയ്യാറാകാൻ. ഞാൻ ഒരാളുടെയും പേരെടുത്തല്ല പറയുന്നത്, എല്ലാവരും. എനിക്ക് അക്കാര്യത്തിൽ കൃത്യമായുള്ളത് ഒരാൾ മോശമാകുന്നത് എങ്ങനെയാ ചെയ്യുന്നവരെല്ലാം അന്നേ അവസാനിക്കും. അല്ല, അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ജനമെന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെല്ലാം കൂടി ഉൾപ്പെട്ടത്, അല്ലാതെ വേറെ ആധുനിക കേരളത്തിൽ ഒരു ബൈപ്പാസ് 40 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ട് അത് വലിയ അവകാശവാദമായി കാണുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് എന്ത് തരം അഭിമാനബോധമാണ് കേരളത്തിലെ സാധാരണ പുതിയ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് തോന്നുക? പുതിയ തലമുറയായാലും പഴയ തലമുറ നടത്തിയെടുക്കുന്നതാണ് അതിന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത്. ആ നടത്തിയെടുക്കുന്നതിന് നാൾ വഴികളിൽ കഷ്ടപ്പെട്ടവരെയൊക്കെ മറന്നുകൊണ്ട് ഇന്നൊരു ഉദ്ഘാടനം നടത്താൻ അവസരം കിട്ടിയോണ്ട് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഉദ്ഘാടനം പോലും പാടില്ല. ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഉദ്ഘാടനം പോലും നടത്താൻ ഒരാൾക്കും അർഹതയില്ലാന്നേ ഞാൻ പറയൂ.
കൊല്ലത്തെ UDF അത് തുറന്നു കൊടുക്കണം ജനങ്ങൾക്ക്. ജനങ്ങൾ യാത്ര ചെയ്യട്ടെ. എന്തിനാണ് ഈ അതെ മാമാങ്കം? ചെയ്യട്ടെ. ആ കൂട്ടത്തിൽ ആദ്യം എപ്പോഴും യാത്ര ചെയ്യുന്നതിൽ ഒരേ യാത്രക്കാരി ഞാനും ആയിരിക്കും. അതെ, ഞാനും ഉണ്ടാവും. നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, നന്ദി. ഇപ്പോൾ CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ കൂടിയുണ്ട്. CPM-ഉം വലിയ അവകാശവാദവുമായി ഇതിൽ നിൽക്കുകയാണ്. CPM ഇടതുമുന്നണി അധികാരത്തിലില്ലായിരുന്നുവെങ്കിൽ ഈ കൊല്ലം ബൈപ്പാസ് ഇപ്പോൾ പൂർത്തീകരിക്കുമായിരുന്നില്ല എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയും ഇന്നലെ ഈ വിവാദത്തിന് തുടക്കം കുറിച്ചത്. അതോടുകൂടിയാണ് സുദേവൻ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവരുടെ സന്തതിയാണ് ഈ ബൈപ്പാസ് എന്ന്. ആളുകൾ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട്. റൈറ്റ്. എം നൌഷാദ് MLA ആണ്, CPM നേതാവാണ് ടെലിഫോൺ ലൈനിൽ. ആ ചോദ്യം താങ്കളിലേക്ക് ശ്രീ നൌഷാദ്. അല്ല, ഇത് ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ, ഇവിടെ 40 വർഷം 50 വർഷം 72 കഴിഞ്ഞിട്ട് ഇപ്പോ വർഷം എത്രയായി നമുക്കറിയാം. പക്ഷേ ഈ 3ഉം 4ഉം ഘട്ടം ടെൻഡർ ചെയ്തത് 2014. ബാക്കി പുരാണവും ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഈ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരു മാതൃകയാക്കാൻ കഴിയത്തില്ല എന്ന്. ഞാൻ പറയുന്നു മാതൃകയാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് ഇപ്പം നടന്നത്. ഇന്നലകളിൽ അപാകതകളുണ്ട്. ആരെ എന്ത് എന്നുള്ളതല്ല. ഇവിടെ കഴിഞ്ഞ UPA ഗവൺമെന്റും UDF ഗവൺമെന്റിന്റെയും കാലത്താണ് ഇത് ടെൻഡർ ചെയ്തത്. ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് വെച്ചത് ആ ഗവൺമെന്റിന്റെ കാലത്താണ്. ഞങ്ങൾക്കൊരു തർക്കവുമില്ല. പക്ഷേ ഇത് അതിന് ടെൻഡർ ചെയ്തു, അവിടെ നിന്നു. വേണ്ടത്ര വേഗതയിൽ ആ പ്രവർത്തനം നടന്നിരുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കാലയളവിൽ, ആ 2 വർഷ കാലയളവിൽ എത്ര പ്രവർത്തനം നടത്തി, ഈ 2.5 വർഷം കൊണ്ട് എത്രത്തോളം പൂർത്തീകരിച്ചു നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണല്ലോ. നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടോണ്ട് പോവുകയല്ല, നന്നായി കളിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഗാലറി. ഈ റോഡിലൂടെ കഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് ശ്രീ നൌഷാദ്. ഈ കൊല്ലം ബൈപ്പാസ് പോലെ ഒന്ന് ആലപ്പുഴയിലുമുണ്ട്, ഒരു നിത്യ സ്മാരകം പോലെ ഉയർന്നു നിൽക്കുന്നത്. അല്ല, മനസ്സിലായല്ലോ. ഞാൻ ലളിതമായി പറഞ്ഞുതരാം. ഒരു അധ്യാപിക ജോലിയിൽ പ്രവേശിച്ച് റിട്ടയർമെന്റ് ചെയ്യുമ്പോഴും ആ ബൈപ്പാസ് ഇന്നും ഒരു കല്ലിൽ തൂങ്ങി അവിടെ നിൽക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ വികസന അവസ്ഥയെങ്കിൽ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വന്നിട്ടുള്ള മാറ്റത്തെ കാണ്. നിങ്ങളിപ്പോ പറഞ്ഞ ആലപ്പുഴ ബൈപ്പാസ് ഈ മേയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. മേയിൽ അത് തുറന്നു കൊടുക്കും. ഇവിടെ ഈ പറഞ്ഞത് ഈ തരത്തിൽ ഇപ്പൊ ഉദ്ഘാടനം ഈ ഗവൺമെന്റ് വന്നിട്ട് 2.5 വർഷമല്ലേ ആയുള്ള സ്ഥലത്ത്. ഞാൻ അങ്ങനത്തെ ഒരു കുറ്റപ്പെടുത്തലുമല്ല പറഞ്ഞ, ജനത്തിന്റെ ഒരു പൊതുവികാരമാണ് ഞാൻ. അതെ, അല്ല, അതില് നമ്മുടെ ജനാധിപത്യ അതിലൊരു അപാകതയും താങ്കൾക്ക് തോന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, വളരെ വേഗത്തിൽ തന്നെയാണ് ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടത്. അത് ആ തരത്തിൽ ഈ പണി പൂർത്തീകരിച്ചതാണ് ഞങ്ങൾ ആ പണി പൂർത്തീകരിച്ചു. പണി പൂർത്തീകരിച്ചത് കൊണ്ടാണല്ലോ ശരത്തെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് അല്പം കൂടി പോവെങ്കിലും ദയവായി ശ്രീ ബാബു ദിവാകരൻ എന്നോട് ക്ഷമിക്കണം. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് TK ദിവാകരന്റെ കാലത്ത് ആരംഭിച്ച ഒരു ആശയം, അത് കഴിഞ്ഞ് അദ്ദേഹവും മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീ ബാബു ദിവാകരനും മന്ത്രിയായി MLA ആയി സജീവ രാഷ്ട്രീയത്തിൽ ആ മട്ടിൽ ഇന്നില്ലാതെ നിൽക്കുകയാണ് അദ്ദേഹം പോലും. അത്ര പഴക്കമുണ്ട് ഈ ബൈപ്പാസിന്. നമ്മൾ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു, മുഖ്യമന്ത്രി വിഷയത്തെ അവതരിപ്പിക്കുന്നതിനെ മാനിക്കുന്നു ഞാൻ. പക്ഷേ ഒരു തരത്തിലുള്ള അവകാശവാദത്തിന്റെ ലാഞ്ചന പോലും കാട്ടാൻ മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവിനോ ഇക്കാര്യത്തിൽ കഴിയില്ല. അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കണമായിരുന്നു. അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞങ്ങള് ഇത് ടെൻഡർ ചെയ്തെന്നാ നിങ്ങൾ വെറുതെ ഈ കാറടച്ച് വെടിവെക്കല്ലേ. ഞങ്ങൾ ഈ കൊല്ലത്തുകാർക്ക് ഈ ബൈപ്പാസിന്റെ തുടക്കം എന്നിട്ട് 87-ലാണ് ഭൂമി ഏറ്റെടുത്തത്. ബൈപ്പാസ് കൊല്ലത്തുകാരുടെ മാത്രമല്ല കേരളത്തിന്റെയാണ്. അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നവർ. മനസ്സിലായില്ലേ? അത് ഈ ഗവൺമെന്റ് നിങ്ങൾ ആ ഭാഗം അങ്ങ് പറയുന്നത്. ഞങ്ങൾ വേറെ ഒരു അവകാശവാദം, നിങ്ങൾ പറഞ്ഞ ഒരു അവകാശവാദവും ഇല്ല. ഒറ്റ അവകാശവാദമേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ കൃത്യമായ ക്ലോസ് മോണിറ്ററിംഗിൽ കൂടി റെക്കോർഡ് വേഗതയിൽ ഈ 3ഉം 4ഉം ഘട്ടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് നിഷേധിക്കാൻ, അത് ആ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ശരത്തിന് പറ്റുമോ? അല്ല, അതുകൊണ്ടാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് അത് UDF-ന്റെ സന്തതിയാണെന്ന് പറയുന്നു. ഇവിടെ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത പദ്ധതികളുടെയൊക്കെ അവസ്ഥ നമ്മൾക്കറിയാം. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം അടക്കം വിമാനത്താവളമായി ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചത്. അല്ല, നിങ്ങള് UDF-ന്റെ സന്തതിയാണെന്ന് അവകാശം അവർ പറഞ്ഞോട്ടെ. പക്ഷേ കൊച്ചിനെ വളർത്തി റെഡിയാക്കി പരുവത്തിലെത്തിച്ചത് ഞങ്ങളാ. അത്രേ ഉള്ളൂ. ശരി, ഏതായാലും 40 വർഷത്തെ പരുവത്തിലായ ഒരു ജനത്തിന്റെ വികാരം കൂടി പറയണ്ട. 2.5 വർഷത്തെ കണക്ക് നിങ്ങൾ എന്താ മറന്നു പോകുന്നത്? നിങ്ങൾ 40 വർഷത്തിലേക്ക് 50 വർഷം അത് മറന്നു പോകണമെന്ന് ഒരു ജനതയോട് എങ്ങനെയാണ് നൌഷാദ് താങ്കൾ നിഷ്കർഷിക്കുന്നത്?
എങ്ങനെയാണ് 38 വർഷത്തെ നിഷ്ക്രിയത്വം വിസ്മരിക്കണം എന്ന് പറയുന്നത് നാടിന്റെ വികസനത്തിന് ചേർന്നതേയല്ല. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് രാഷ്ട്രീയ നേതൃത്വം. അത് മാറ്റി ഞങ്ങളത് പ്രാവർത്തികമാക്കി. ഇനി ഇത് മാതൃകയാവണം. അത് ഉണ്ടാവട്ടെ. അത് ഉണ്ടാവുന്നുവെങ്കിൽ മാതൃകയാവണം. വളരെ നല്ലത്. നന്ദി ശ്രീ നൌഷാദ്, അതുപോലെ തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഒരു പ്രേക്ഷകൻ ചേരുന്നു. വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എന്റെ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പോഴേ ഈ റോഡ് പണിയുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായി കേൾക്കാനാവുന്നില്ല വിഷ്ണു. സിറ്റിയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു നമ്മൾ സിറ്റിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്, കൊല്ലം ടൗണിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. എന്ത് ആവശ്യമാണ് ഇതിന്റെ? എന്താണ് ഇപ്പൊ പ്രധാനമന്ത്രി ഉദ്ഘാടനം സത്യത്തിൽ ഇത്രയും പഴകിയ ഒരു നിർമ്മാണം, വിഷ്ണുവിന്റെ അഭിപ്രായം, ഇത്രമേൽ പഴകിയ ഒരു നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഉദ്ഘാടനം തന്നെ വേണോ? ഉദ്ഘാടനത്തിന്റെ ആവശ്യമുണ്ടോ? ചെയ്യേണ്ടത് അല്ലേ? കേട്ടില്ല വിഷ്ണു. ഹലോ, കേട്ടില്ല. പൊതുജനങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ളത്. ഹലോ, റൈറ്റ്. വിഷ്ണു പറഞ്ഞതാണ്, എന്തിനാണ് ഇങ്ങനെ ക്രെഡിറ്റ് അടിച്ചും ഈ ഉദ്ഘാടന മാമാങ്കവും നടത്തുന്നത്? ഇത്രമേൽ വൈകിയ ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് വേണ്ടത് എന്ന ജനത്തിൻ്റെ ഒരു പൊതുവികാരം നിൽക്കുമ്പോഴാണ് ഈ അവകാശവാദങ്ങളുടെ തർക്കവും കണക്കുനിരത്തലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ശരിതെറ്റുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇഴകീറി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിൽ ഈ പരാജയപ്പെട്ട രീതികൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഒരു പാഠമായി കൊല്ലം മാറേണ്ടതുണ്ട്, പിന്നാലെ ആലപ്പുഴയും. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ. പേരൊന്ന് പറയൂ. ഹലോ, പേര് പറയൂ ആദ്യം. സുനീർ നിസ്മോ. പറഞ്ഞോളൂ. ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് സുനീർ നിസ്മോ. ശരി, മനസ്സിലായി, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലക്കാർക്ക് എന്നല്ല കേരളത്തിൽ ഉള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയും ഒരു ആവിഷ്കാരമാണ് അത്. ആ ഒരു പദ്ധതിയെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ നാണം കെട്ടൊരു പ്രവണത. അപ്പൊ ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, ആര് ഭരിക്കും. ഇപ്പം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത് ഏത് പാർട്ടിയുടെ പ്രധാനമന്ത്രി എന്നല്ല, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അത് നമ്മുടെ നാട്ടിനൊരു അഭിമാനമായ ഒരു കാര്യമാണ്. ശരി, ഏതായാലും ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഒരു സൂചന കൂടി ആണ് ഇപ്പോൾ കണ്ട രണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം. ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ എം നൌഷാദ് MLA യുമാണ് ഈ സാഹചര്യത്തിൽ സംസാരിച്ചത്.